തിരുവനന്തപുരം മുതലപ്പുഴയിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ഫ്രീമോന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അർജുൻ രാജുവിന്റെ വിവരങ്ങളുമായി. അർജുൻ, എന്തായാലും ഏറെ സങ്കടകരമായ വാർത്തയാണ്. കാണാതായ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. സോന, അല്പസമയം മുമ്പാണ് ഫ്രീമോൻ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കണ്ണാന്തുറ എന്ന ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ആ സമയത്ത് രക്ഷാപ്രവർത്തനം ഏതെങ്കിലും തരത്തിൽ ഫലം കണ്ടിരുന്നില്ല. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. രണ്ട് മത്സ്യത്തൊഴിലാളികളെയാണ് മിനിഞ്ഞാന്ന് രാത്രി കാണാതായത്. ഫ്രീമോണും അതോടൊപ്പം തന്നെ ഷിജിനും. ഷിജിൻ വെള്ളത്തിലേക്ക് വീഴുകയും ഷിജിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഫ്രീമോൺ പിന്നീട് കടലിലേക്ക് ചാടുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഷിജിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് ഫ്രീമോനെയും കാണാതാകുന്നത്. മുതലപ്പുഴയിലെ ഒരു സ്വഭാവം നമുക്കറിയാം. ഈ പ്രവേശന കവാടത്തിലൊക്കെ ശക്തമായിട്ടുള്ള തിരമാലകൾ കാലവർഷത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് രണ്ടുപേരെയും കാണാതാകുന്നത്. അതിനുശേഷം ഇന്നലെ രക്ഷാപ്രവർത്തനം ഏറെ വൈകിയാണ് നടന്നത് എന്നുള്ള ഒരു ആരോപണം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും പിന്നീട് അത് അധികാരികൾ അത് സമ്മതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലാണ് ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയത്ത് ഷിജിനായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശരി, അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.